കിരൺ ഫസ്റ്റ് ലെഫ്റ്റ്. ഓക്കെ. അഖിൽ, ഇനി എത്ര ദൂരം കാണിക്കുന്നുണ്ട്? ഒരു 500 മീറ്റർ കാണിക്കുന്നുണ്ടോ? എവിടെ സാധനം? ഇനി എത്ര കിലോമീറ്റർ കാണിക്കുന്നുണ്ട്? യെസ് ജെഡി, വി ആർ ഓൾമോസ്റ്റ് ദയർ. ഒരു 100 മീറ്ററാണ് കാണിക്കുന്നത്. ഓക്കെ. സേഫ് ആയിരിക്കണം. ശരി സർ. സേഫായിട്ട് കൊണ്ടുപോകണം. ഓക്കെ. ഓക്കെ. ഹലോ ഹലോ ഹലോ. കിരൺ, വേഗം വിട്ടോ. ഓക്കെ. ചേട്ടാ ഒന്നും കേൾക്കുന്നില്ലല്ലോ. ആരാ ഇത്? പരിചയമില്ലാത്ത നമ്പറാ. ഈ നേരത്താ. എവിടെ നോക്കിയാടാ വണ്ടി ഓടിക്കുന്നത്? എടുത്ത് മാറടാ അങ്ങോട്ട്. ഞാൻ വേറൊരു ആവശ്യത്തിന് പുറത്തോട്ട് വന്നു. ശരി, ഞാൻ വിളിക്കാം. ആരോടാ നീയൊക്കെ? ഹലോ, ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അത് ഇനിയിപ്പോ എന്ത് ചെയ്യും? നിന്റെ പുറകെ ആരോ ഉണ്ടെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞല്ലേ പൃഥ്വി. അത് സത്യമാണെന്ന് വീണ്ടും വീണ്ടും ഉറപ്പായിക്കൊണ്ടിരിക്കുക. ഇപ്പൊ നീ ഒറ്റ കൊടുത്തതുപോലെയാ അവൻ ആരോ പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. അല്ല, ഞാൻ കോടികളുടെ ഡ്രഗ്സും വിശ്വസ്തനായ എന്റെ ഒരു ആളെയുമാ ഇപ്പൊ നഷ്ടമായിരിക്കുന്നത്. എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല പൃഥ്വി. ഇതിനെല്ലാം നീ മറുപടി പറഞ്ഞേ തീരൂ. ഞാൻ എന്ത് ചെയ്യാനാ സാർ? എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം നീ തിരിച്ചു തന്നെ പറ്റൂ. നിനക്ക് 24 മണിക്കൂർ സമയം തരും. അതിനുള്ളിൽ എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം എനിക്ക് തിരിച്ചു കിട്ടണം. അല്ല, ഞാൻ 24 മണിക്കൂർ. അല്ലെങ്കിൽ നിനക്ക് പ്രിയപ്പെട്ടത് പലതും നിനക്ക് നഷ്ടമാവും. സാർ പ്ലീസ്, ഞാൻ പറയുന്നു സാർ. സത്യം പറയാലോ, ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ചൊറിഞ്ഞു കയറിയാണ് വന്നത്. പക്ഷെ ഒരു പബ്ലിക് പ്ലേസ് വെച്ച് ഒരു ഇഷ്യൂ ഉണ്ടാക്കി അതിന്റെ നാണക്കേടാർക്ക? നമുക്കല്ലേ, നമ്മുടെ കുടുംബത്തിനല്ലേ. അവർക്കാർക്കും ഒന്നും നഷ്ടപ്പെടാനില്ല. അത് നമ്മൾ നോക്കണ്ടേട്ടാ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പ്രതികരിക്കായിരുന്നത്. കണ്ടിട്ടും കാണാത്ത പോലെ ഇരുന്നു. കഴിഞ്ഞ തവണ നമ്മളെല്ലാരും കൂടെ റെസ്റ്റോറന്റിൽ പോയപ്പോ അവിടെ വെച്ചും സഞ്ജയും താരയും കണ്ടില്ലേ? അതെ. അപ്പൊ ഞാൻ വിചാരിച്ചത് അവരവിടെ യാദൃശികമായിട്ട് ആ റെസ്റ്റോറന്റിൽ വെച്ച് കണ്ടതാണെന്നാ. പക്ഷെ അങ്ങനെയല്ല. അവര് സ്ഥിരമായിട്ട് കറക്കമാണ്.
ആരെങ്കിലും എവിടെങ്കിലും പോകുന്ന കാര്യം നിങ്ങൾ എന്തിനാ ഇവിടെ വന്ന് പറയുന്നേ? സഞ്ജയ് ഇപ്പൊ എന്റെ ജീവിതത്തിൽ ഇല്ലാത്ത ആളാ. അയാൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിൽ നമ്മൾ ആരും ഇടപെടേണ്ട കാര്യമില്ല. പൂർണിമേ, അങ്ങനെ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ബന്ധം അല്ല നിങ്ങൾക്കിടയിലുള്ളത്. നീ പറഞ്ഞതുപോലെ ഇത് അവസാനിപ്പിക്കണമെങ്കിൽ നിങ്ങൾ നിയമപരമായിട്ട് രണ്ടാവണം. അതായത് ഡിവോഴ്സ് ആവണമെന്ന്. നീയേ ഇങ്ങനെ ഡിവോഴ്സിനെ എതിർത്ത് നിന്നാ എങ്ങനെയാണ് ഇതിനൊരു അവസാനം ഉണ്ടാവുന്നത്? ചെറിയച്ച, ഇതിനുള്ള മറുപടി ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. പൂർണിമേ, മഹിയേട്ടാ, ഈ പൂർണിമ ഇങ്ങനെ പറഞ്ഞ് ഡിവോഴ്സ് നടത്തായിരുന്ന എന്ത് ചെയ്യും? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പൂർണിമയുടെ ജീവിതത്തിൽ അവളാണ് തീരുമാനം എടുക്കേണ്ടത്. ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞ സഞ്ജയ് ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. അങ്ങനൊരു ആവശ്യം അവൻ പറഞ്ഞ ചിലപ്പോ പൂർണിമ സൈൻ ചെയ്ത് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അവന്റെ മനസ്സിൽ എന്തോ പ്ലാനെന്ന് ആർക്കറിയാം? നിയമപരമായിട്ട് അവൻ ഇപ്പോഴും ഇന്ദ്രപ്രസ്ഥത്തിലെ മരുമോനാണ്. അതിൽ നിന്ന് അവ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലോ? എനിക്കറിയില്ല. സഞ്ജയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു നീക്കം ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ വിശ്വാസത്തിനൊക്കെ എന്ത് വിലയാ ഉള്ളത്? ആളുകള് 10 രൂപ കിട്ടാൻ ആളുകളെ കൊല്ലാൻ പോലും മടിക്കാത്ത കാലം. നമുക്ക് നോക്കാം. ഞങ്ങള് പറയാനുള്ളത് പറഞ്ഞു. എല്ലാവരും ചേർന്ന് പൂർണിമയെ പറഞ്ഞു മനസ്സിലാക്കി നല്ല തീരുമാനം എടുത്താൽ ഇതിനൊരു അവസാനം ഉണ്ടാക്കാം. ഇല്ലെങ്കിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പലതും ഈ വീട്ടിൽ നടക്കും.